ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷനിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമുക്ക് എല്ലാം അടുത്ത ഓരോ അധ്യായത്തിലായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഡിജിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏത് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ലൈനിൽ ആൻസർ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഏത് നമ്പർ വന്നാലും കുറച്ച് മുന്നേ ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ ചില സ്പെഷ്യാലിറ്റി 99 കൊണ്ടുള്ളത് 11 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഏത് നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ ഒരു ലൈനിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെത്തേഡിലേക്ക് പോകാം. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ക്രിസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയും നമ്മൾ. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഈ ഒരു മെത്തേഡിലാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടി ഇത് വരച്ച് തരാം. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ വരുവാണെങ്കിൽ 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതും ഈ ഒരു യൂണിറ്റ് പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആ ആൻസർ താഴെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന ആൻസറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് താഴെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ആൻസർ താഴെ എഴുതുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 24 ഇൻറ്റു 13 അല്ലെ, 24നെ 13 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് 3a4 കൊണ്ടും 3a2 കൊണ്ടും ചെയ്യും. 1 4 1 2 കൊണ്ട് ചെയ്ത് താഴെ എഴുതി അത് തമ്മിൽ ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു മെത്തേഡ്. ഇത് കുറച്ചധികം ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെൻ്റൽ കാൽക്കുലേഷൻ വഴി തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ 24 ഇൻറ്റു 13 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂണിറ്റ് പ്ലേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു 3 നമുക്ക് കിട്ടുന്നത് 12 ആണ്. 4 ഇൻറ്റു 3 12 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, 2 എഴുതുന്നു, 1 ക്യാരി ഓവർ ആണ്, 1 ബാലൻസ് ഉണ്ട്, അത് അവിടെ വെക്കുക. അപ്പോഴും അങ്ങനെയാണ്, 2 മാത്രമേ എഴുതുന്നു, ബാക്കിയുള്ളത് നമ്മൾ അവിടെ വെക്കും. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ, അതായത് ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റുകൾ തമ്മിൽ ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. 3 ഇൻറ്റു 2 എന്ത് കിട്ടും, നമുക്ക് 6 കിട്ടും. ഇനി അടുത്ത ക്രോസ് ആയിട്ടുള്ളത് 1 4 ആണ്. 1 ഇൻറ്റു 4 4 കിട്ടും. അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ, ക്രോസ് ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു 2 6ഉം 1 ഇൻറ്റു 4 4ഉം ആണ്. രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് 10 ആണ്. ഇനി ഈ 10ൻ്റെ കൂടെ ഈ വരുന്ന ബാലൻസ്, നമ്മളിവിടെ 1 ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 11. അപ്പോൾ ഇതിലുള്ള 1 ഇവിടെ എഴുതുന്നു, ബാലൻസ് എന്തുണ്ട്, 1 ഉണ്ട്. ഓക്കെ, 11 ആണ്, 1 എഴുതി, 1 ബാലൻസ് ഉണ്ട്. ഇനി ചെയ്യേണ്ടത് ലാസ്റ്റ് ടെൻസ് പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 1 2 ആണ്, അതിൻ്റെ കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ ആൻസർ 312 ആയിരിക്കും. ഇതാണ് നമ്മൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കുറേ കാൽക്കുലേഷൻ ഉള്ളതുപോലെയൊക്കെ തോന്നും. പക്ഷേ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് എന്തായിട്ട് മാറുന്നത്, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡായിട്ട് മാറുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം ചെയ്യുന്നത് 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 12 ആണ്, 2 എഴുതി, 1 ബാലൻസ് വരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 ഇൻറ്റു 3 6 കിട്ടും, 1 ഇൻറ്റു 4 4 കിട്ടും. 6ഉം 4ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ്, ബാലൻസ് ഉള്ള 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും. അതിലുള്ള 1 ഇവിടെ എഴുതുന്നു, പിന്നെ ഈ 1 ബാലൻസ് കിട്ടി. ഇനി ലാസ്റ്റ് 2 ഡിജിറ്റ് 2ഉം 1ഉം ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അതിൻ്റെ കൂടെ ബാലൻസ് ഉള്ള 1 ആഡ് ചെയ്യുന്നു, 3 കിട്ടി. സോ 312 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 35 ഇൻറ്റു 12 അല്ലേ, 35 ഇൻറ്റു 12 സിമ്പിളായിട്ടുള്ള നമ്പേഴ്സാണ് എടുത്തത്. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നമ്പേഴ്സ് എടുക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വലിയ നമ്പേഴ്സ് എടുത്തിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് യൂണിറ്റ് പ്ലേസ് ആയിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ്, നമ്മൾ 0 എഴുതുന്നു, 1 ബാലൻസ് അല്ലേ, ഇത് ക്യാരി ഓവറാണ്, അത് അവിടെ വെക്കും. ഇതടുത്ത അഡീഷനിൽ നമ്മൾ ആഡ് ചെയ്ത് തരും. ഇനി ചെയ്യേണ്ടത് ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. 3 ഇൻറ്റു 2 നമുക്ക് 6 കിട്ടും, പ്ലസ് 1 ഇൻറ്റു 5 നമുക്ക് 5 കിട്ടും. 5ഉം 6ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 ആണ്. 11ഉം ഈ ബാലൻസ് ഉള്ള 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. ഇപ്പോൾ 2 കൂടി എഴുതുന്നു, പിന്നെയും എന്ത് ചെയ്യുന്നു, 1 ബാലൻസ് കിട്ടും.
ഓക്കെ. ഇനി ലാസ്റ്റ് 2 ഡിജിറ്റ് ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് 3ഉം 1ഉം ആണ്. 3 × 1 3 കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഉള്ള 1 ആഡ് ചെയ്യുന്നു. 3 + 1 എന്ന് പറയുന്നത് 4 ആണ്. 420 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എല്ലാം നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ആൻസർ 420 ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതിന് പറയുന്നതാണ് ക്രിസ് ക്രോസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ആ ഒരു പേരിൽ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെത് മാത്രമാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 44 × 32 എടുക്കാം. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് 4ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 2 8 ആണ്. 8 എഴുതി. ഇവിടെ ബാലൻസ് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് ആയിട്ട്. 4 × 2 8 കിട്ടും. പ്ലസ് 3 × 4 12 കിട്ടും. 12 എഴുതി. ആൻസർ 20 ആണ്. എന്തെഴുതും നമ്മൾ, 0 എഴുതിയിട്ട് 2 ബാലൻസ് വരും. അല്ലേ, 20 ആകുമ്പോൾ 0 എഴുതുന്നു, 2 ബാലൻസ് വരും. ഇനി ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ്. 4 × 3 12 ആണ്. 12ൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, 2ഉം കൂടെ ആഡ് ചെയ്യുന്നു. 12 + 2 14 ആണ്. 14 ഇവിടെ എഴുതി. ആൻസർ കംപ്ലീറ്റ് ആയി. 1408 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് ഈ ക്രിസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ, അല്ലെങ്കിൽ ഏതൊരു നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ക്രിസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. 1 ലൈനിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ. അപ്പോൾ വലിയ നമ്പേഴ്സ് എടുത്തിട്ട് 8ഉം 9ഉം ഒക്കെയുള്ള നമ്പേഴ്സ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അഡീഷനും അതിൽ വരുന്ന ബാലൻസും ഒക്കെ കൂടുതൽ വരും. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ 3 ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടിൽ ദെൻ